ഹായ് എവരി വൺ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത് ഈ ടോപ്പ് സൈറ്റ് വഴി എങ്ങനെയാണ് നമ്മുടെ ഡി എസ് സിക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതുപോലെ തന്നെ വിഡ്രോ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിനായി മെയിൻ മെനുവിൽ ചാനൽ ടു ചാനൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ട്രാൻസാക്ഷൻസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ടാവും, ട്രാൻസ്ഫർ ആൻഡ് വിഡ്രോ. അതിൽ ഇപ്പോൾ ഞാൻ ആദ്യം സെലക്ട് ചെയ്യുന്നത് ട്രാൻസ്ഫർ ആണ്. താഴെ നിങ്ങൾക്ക് സെർച്ച് ബൈ എന്ന ഓപ്ഷനും കാണാൻ സാധിക്കുന്നതാണ്. അതിൽ സെലക്ട് കൊടുക്കുക, അതിൽ മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഞാൻ ആ ഡി എസ് സിയുടെ നമ്പർ അവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. അതിനുശേഷം പ്രൊസീഡ് കൊടുക്കുക. ഇവിടെ ലോഡായി വരുന്നത് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ബാലൻസ് ആണ്. ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ബാലൻസ് താഴെ ഉണ്ടാവും. ഇപ്പോൾ കാണിക്കുന്നത് ബാലൻസ് ആണ്. ഇവിടെ ഡി എസ് സിയുടെ ഡീറ്റെയിൽ മുകളിലുണ്ടായിരിക്കും. അവിടെ ഓർഡർ എമൗണ്ട് എന്നുള്ള ആ ഒരു കോളത്തിലാണ് എത്രയാണ് സ്റ്റോക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ എമൗണ്ടോട് കൊടുക്കുക. ഞാനിവിടെ സാമ്പിളായിട്ട് 1 രൂപയാണ് കൊടുക്കുന്നത്. ഓക്കെ, അവിടെ നമ്മൾ റെഫറൻസ് നമ്പർ ഓപ്ഷനിലാണ് കൊടുക്കണമെന്നില്ല. റിമാർക്സിൽ ജസ്റ്റ് ട്രാൻസ്ഫർ എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അതിന് ദെൻ താഴത്തേക്ക് വരുമ്പോൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസിൽ അതേഴ്സ് കൊടുക്കുക. പേയ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ് നമ്പർ ജസ്റ്റ് 1 കൊടുക്കുക. പേയ്മെൻറ്റ് ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് കൊടുക്കുക. ട്രാൻസ്ഫറിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു കൺഫർമേഷൻ ചോദിക്കും. അവിടെ നമ്മൾ നമ്മുടെ എം പിൻ, നമ്മുടെ പവറിലെ എം പിന്നാണ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസ് ഉണ്ടാവും. ട്രാൻസ്ഫർ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു സക്സസ്ഫുൾ വിൻഡോ കാണിക്കുന്നതാണ്. ഡൺ കൊടുത്താൽ മതി. ട്രാൻസ്ഫർ ആയിട്ടുണ്ടോ ചെക്ക് ചെയ്യാം. ഇനി നമ്മൾ നോക്കുന്നത് വിഡ്രോവൽ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതാണ്. അതിൽ വിഡ്രോവൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. മൊബൈൽ നമ്പർ again സെലക്ട് ചെയ്യുക. അതിന് കോപ്പി ചെയ്ത നമ്പർ അവിടെ പേസ്റ്റ് ചെയ്യാണ്. പ്രൊസീഡ് കൊടുക്കുക. ഇവിടെ കാണിക്കുന്നത് ആ ഡി എസ് സി നമ്പറിൽ ഉള്ള ബാലൻസ് ആണ്. ഇപ്പോൾ ബാലൻസ് ആണ് അവിടെ കാണിക്കുക. അതുപോലെ ഓർഡർ എമൗണ്ടിൽ നമ്മൾ നേരത്തെ ഞാൻ 1 ആണ് ട്രാൻസ്ഫർ ചെയ്തത്. ഇവിടെ 1 ആണ് വിഡ്രോ ചെയ്യാൻ നോക്കുന്നത്. ഇനി റിമാർക്സിൽ നമ്മൾ വിഡ്രോവൽ എന്ന് ടൈപ്പ് ചെയ്യുക. ദെൻ വിഡ്രോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അവിടെ വീണ്ടും കൺഫർമേഷൻ ചോദിക്കും. എമൗണ്ട് എത്രയാണെന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമ്മുടെ എം പിൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വിഡ്രോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വിഡ്രോ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.